ഇത് ലീഗാണ്. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ. ഞങ്ങൾക്കെതിരെയാ നിങ്ങൾ കൊഞ്ചിയത്. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ ചാടിയിട്ടുള്ളൂ. ജലീൽ, കെട്ടി ജലീൽ. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്നത് ആരൊക്കെന്നറിയോ? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുതഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? അല്ല, ഞങ്ങളൊപ്പം ആളും കൂടി നിങ്ങളൊപ്പം ഈച്ചയും കൂടി. ഇവരെ ഒന്ന് സ്വതന്ത്രൻ, ഒന്ന് ഏതാന്ന് പിടുത്തല്ല. കാരണം ചിഹ്നമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോ. TV, ഫാന്, ഫ്രിഡ്ജ്, തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. അമ്മാതിരത്തെ മത്സരമായിരുന്നു. ശശി എന്നറിയോ? ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാ. സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാറുടെ വക്കലേക്ക് ഒരു MLA ഒപ്പിടാൻ ചെല്ലുമ്പോ ശശിനെ കാണണോ എന്നാ പറയാ. ശശിനെ കണ്ടിട്ടേ നായനാറെ കാണാൻ പറ്റുള്ളൂ. ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദന്റെ മകൻ ഇത്ര കോടി വാങ്ങി. അച്യുതാനന്ദൻ പറയുന്നുണ്ട്. അച്യുതാനന്ദൻ ഈടക്കടുത്ത് പറഞ്ഞത് ഇന്നെ എല്ലാരും കൂടി കരിവാരിത്തേക്ക്. നിങ്ങൾ എന്തിനാ കരിവാരിത്തേക്ക്? നിങ്ങൾ ജനിച്ചപ്പോ തന്നെ കറുത്തിട്ടാ. പോരാത്തതിന് നിങ്ങൾ ആ ADB കരാറിനെതിരെ കരിവായിൽ ഒഴിച്ചിട്ട് മേത്തക്ക് തെറിച്ച് വേറുണ്ട്. നിങ്ങൾ കറക്കാതിരിക്കോ? ഞങ്ങൾ കറപ്പിച്ചത് ആ കൊടിയാണ്ട് വീശി. പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ലീഗേര് നിരന്നാണ്ടിരുന്ന് ഒരു ചെക്കനോട് ചോദിച്ചത്രേ, മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിക്കണം, യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് കണ്ട് പോടോടുന്ന് പറഞ്ഞിട്ട് കേരിണ്ട് വന്നിട്ട് നമ്മുടെ ലീഗിന്റെ കുട്ടികൾ നിരന്നാണ്ടിരുന്ന്. ഇനി ആ അഹമ്മദിനെ അവിടെ ഇരുത്തിക്കണ്ടല്ലോ. ഞങ്ങള് റെയിലുമലൊക്കെ പച്ച കൊടിയാണ് നാട്ടുകായിരുന്നു അല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞറിയോ? വെറുതെ ബടായികളൊക്കെയല്ല. മുസ്ലിം ലീഗിന്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലെ കാണുമെന്ന് പറഞ്ഞവരാടോ നിങ്ങള്. അതുകൊണ്ട് നെഞ്ഞു പൊട്ടിയിട്ട് പറയാ, വിദേശകാര്യത്തിൽ കണ്ട് ചെന്നിട്ടുള്ളൂ. ലിബിയെന്ന് വിട്ടുകൊണ്ടിരുന്നു, ഇറാഖ് എന്ന് വിട്ടുകൊണ്ടിരുന്നു. TK ഹംസ മോയന്ത് എന്താ പറയല്? എന്താ അഹമ്മദ് ഇജ് അങ്ങനെ ഇറാഖ് പോയിട്ട് ലിബിയെ പോയിട്ട് വിട്ടുകൊണ്ടിരുന്നു. പാടത്ത് പോയി 3 ആട്ടിൻകുട്ടികളെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ടല്ലേ ലിബിയയിലേക്ക് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നവർ. അറിയണം, ഈ സുഡാപ്പി അടക്കമുള്ള സംഘടനകൾ റാബിത്തത്തുൽ ആലമിൻ ലോക മുസ്ലിം സമ്മേളനത്തിലാ എന്റെ അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് വരെ മഹലിന്റെ ജനറൽ ബോഡിയിൽ പുല്ലുപായുടെ ഒരു മൂലക്കിരിക്കാൻ പറ്റിയിട്ടില്ല. അറിയോ? എന്റെ അഹമ്മദ് സാഹിബ് എവിടൊക്കെയാണ്? അറഫ മൈതാനിയിൽ അല്ലേ? 5 തവണ 15 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് 5 തവണ കഅബാലയത്തിന്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരനാ അഹമ്മദ് സാഹിബ്. ഞങ്ങളെ പ്രസിഡന്റാ. ഈടക്കടുത്ത് അഹമ്മദ് സാഹിബ് പോയി 6ാം തവണ. എന്തിനാന്നറിയോ സഖാക്കളെ? ഈടക്കടുത്തിന്റെ അഹമ്മദ് സാഹിബ് പോയത് കഅബ കഴുകൽ ചടങ്ങിനാ. കഅബ കഴുകൽ ചടങ്ങിന് ഖാദിമുൽ ഹറമൈനി, സൗദിയുടെ കിരീടാവകാശി അഹമ്മദ് സാഹിബിനെ കൊണ്ടുപോയി കഅബ കഴുകൽ ചടങ്ങിന്. TK ഹംസനെ ഇതുവരെ അവനാന്റെ മഹലിലെ ഹൗല് കേൾക്കാൻ മഹല് കമ്മിറ്റി പിടിച്ചിട്ടുണ്ടോ? ആ ഹംസ ഞങ്ങളെ ലീഗിനോട് കൊഞ്ചുന്നത്